My seminar topic is ESR Spectroscopy. ESR, that is Electron Spin Resonance Spectroscopy, is a branch of absorption spectroscopy in which radiation having frequency in the microwave region is absorbed by paramagnetic substances to induce transitions between magnetic energy levels of electrons with unpaired spins. ESR സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് NMR നേരെ റിവേഴ്സ് എന്ന് പറയാൻ പറ്റും. കാരണം NMRലാണെങ്കിൽ പ്രോട്ടോണിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സറൗണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ്. ഇവിടെ ഇലക്ട്രോൺസിന് സറൗണ്ടിങ് ആയിട്ടുള്ള പ്രോട്ടോണിക് ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതുവഴി ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് നടന്ന് ആ ഒരു സ്പെക്ട്ര സ്റ്റഡി ചെയ്യുന്നതാണ്. ഇതിൽ ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് ദാറ്റ് ഫിനോമിനൻ ഈസ് ഓൺലി ഷോൺ ബൈ ആറ്റംസ് ഹാവിങ് അൺപെയർഡ് ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉള്ള പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ കേസിൽ മാത്രമേ ഈ ഒരു സ്പെക്ട്രോസ്കോപ്പി നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ESR is a type of magnetic resonance. It is concerned with magnetic behavior of spinning electrons, and main interest lies in the study of free radicals having unpaired electrons. Difference from NMR is that the transition is ESR is induced by the radiation of microwave frequency rather than radio wave. And most important use is the detection of extremely short-lived free radicals intermediate in chemical reactions. Now let us discuss about theory of ESR. In ESR, the energy levels they are produced by the interaction of the magnetic moment of an unpaired electron with that of the applied magnetic field. And the ESR spectrum that arises from the transition between these energy levels by absorbing radiation of microwave frequency. And for an electron, the possible spin magnetic moments, spin quantum number plus half possible and minus half possible. And degeneracy, if in the absence of magnetic field consider ആണെങ്കിൽ ഈ രണ്ടും ഈ ഒരു സ്പിൻ ലെവൽസ് എന്ന് പറയുന്നത് പ്ലസ് ഹാഫ് ആണെങ്കിൽ മൈനസ് ഹാഫ് ആണെങ്കിൽ ഡീജനറേറ്റ് ആയിരിക്കും, സെയിം എനർജി ആയിരിക്കും. ബട്ട് വെനെവർ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അപ്ലൈഡ് ദിസ് ഡീജനറസി ഈസ് ലോസ്റ്റ്. ദറ്റ് ഈസ് MS is equal to മൈനസ് ഹാഫ് ലോവർ എനർജി ആയിട്ട് മാറും. അതേപോലെ തന്നെ MS is equal to പ്ലസ് ഹാഫ് എന്ന് പറയുന്നത് ഹയർ എനർജി ആയിട്ട് മാറും. അതായത് ഒരു സ്പ്ലിറ്റിംഗ് നടന്ന് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ഡീജനറസി മാറി നോൺ ഡീജനറേറ്റ് ആയിട്ടുള്ള 2 ലെവൽസ് ആയിട്ട് മാറും. 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള നോൺ ഡീജനറേറ്റ് എനർജി ലെവൽസ് ആയിട്ട് മാറും. And the low energy state will have the spin magnetic moment aligned with the field and corresponds to the quantum number MS is equal to minus half. And the other hand, the high energy state will have the spin magnetic moment opposed to the field and corresponds to the quantum number MS is equal to plus half. And thus, ആ ഒരു എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി, ആ ഒരു എനർജി ഗ്യാപ്പിന് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് മൈക്രോവേവ് റീജിയനിൽ വരുന്നതായിരിക്കും. നമ്മൾ കറസ്പോണ്ടിങ് ആ ഒരു ഗ്യാപ്പിനനുസരിച്ചിട്ടുള്ള എനർജി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഡയഗ്രാം കാണാം. നമുക്ക് ഇവിടെ ഫീൽഡ് ഓഫ് എന്ന് കാണുന്നില്ല, ഫീൽഡ് ഇല്ലാത്ത ടൈം ഡീജനറേറ്റ് ആണ്, ഫീൽഡ് ഓൺ ആ ടൈം ഡീജനറസി ലോസ്റ്റായി രണ്ട് വേറെ വേറെ ലെവൽസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ ഇടയിലുള്ള ഡെൽറ്റ ഇ എന്ന് പറയുന്നത് GE mu B B0. അതിൽ B0 എന്ന് പറയുന്നത് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് mu B is the magnetic moment and our Bohr magneton and G is the ഇലക്ട്രോണിൻ്റെ G ഫാക്ടർ എന്ന് പറയും, അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് ഡീജനറസി ഫാക്ടർ. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു എനർജി കറസ്പോണ്ട്, ഈ ഒരു എനർജി എന്ന് പറയുന്നത് മൈക്രോവേവ് റീജിയനിൽ ഉള്ളതായിരിക്കും. അപ്പോൾ ആ ഒരു എനർജി, ആ ഒരു റേഡിയേഷൻ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ MS is equal to മൈനസ് ഹാഫ് എന്ന് പറയുന്ന സ്പിൻ ലെവലിൽ നിന്നും MS is equal പ്ലസ് ഹാഫിലേക്കോ അല്ലെങ്കിൽ തിരിച്ചോ അവസാനം അത് എമിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ബാക്ക് ടു MS is equal to മൈനസ് ഹാഫ്. അങ്ങനെ ആ ഒരു ട്രാൻസിഷൻ വഴിയാണ് നമുക്ക് ESR സ്പെക്ട്ര അറൈസ് ചെയ്യുന്നത്. Now let us study about ESR spectrum of an unpaired electron. For that, consider an electron whose spin is S is equal to half. Then the magnetic moment associated with this spin is given by mu is equal to minus GE mu B S. And here G already പറഞ്ഞു G factor ആണ്. For a free electron it will be 2.0023 and mu B that is the Bohr magneton എന്ന് പറയും. അതിനുള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ട് EH ക്രോസ് ബൈ 2mc. അതിൽ M എന്ന് പറയുന്നത് മാസ് ഓഫ് ദി ഇലക്ട്രോൺ, SE എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ്, H ക്രോസ് എന്ന് പറയുന്നത് h/2π ആൻഡ് E ഈസ് ദി ഇലക്ട്രോണിക് ചാർജ്. ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇതിൽ സ്റ്റാൻഡേർഡ് വാല്യൂസ് ആണെങ്കിലും അതെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ മ്യൂബിക്ക് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വാല്യൂ വരും. അത് അവിടെ കൊടുത്ത മ്യൂ ബിക്കംസ് 9.273 ഇൻറ്റു 10⁻⁻24 ജൂൾ ടെസ്ല ഇൻവേഴ്സ്. ആൻഡ് ദെൻ ദ എനർജി അസോസിയേറ്റഡ് വിത്ത് ദ ഇലക്ട്രോൺ സ്പിൻ. നൗ
the energy associated with the electron spin S in the magnetic field applied along the z-axis is given by E is equal to minus mu bz. ഇവിടെ ഇപ്പോൾ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് സെഡ് ആക്സിസിൽ അലോങ് ആയിട്ടുള്ളത്, അതുകൊണ്ടാണ് നമ്മുടെ ബി സെറ്റ് എന്ന് കൊടുത്തിട്ടുള്ളത്. ഇനി ഇ ഓഫ് എം എസ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു മ്യൂ ബി ഇൻറ്റു ബി സെഡ് ഇൻറ്റു എം എസ്. അതായത് ഇ ഇൻറ്റു എം എസ് എന്നാണ്, ഇ ഇൻറ്റു എം എസ് ആണ്. അപ്പം ഇ എന്താണെന്ന് ഓൾറെഡി അതിനൊരു എക്സ്പ്രഷൻ ഉണ്ട്, അത് ഇൻറ്റു എം എസ് ചെയ്യാം. ആൻഡ് വേർ എം എസ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഹാഫ് ആൻഡ് ദെൻ ഈ പ്ലസ് ഹാഫ് ആണെങ്കിൽ, പ്ലസ് ഹാഫ് ലെവലിൻ്റെ കേസിലാണെങ്കിൽ ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു മ്യൂ ബി ഇൻറ്റു ബി സെഡ്. ആൻഡ് ഈ മൈനസ് ഹാഫ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി മൈനസ് ഹാഫ് ജി ഇൻറ്റു മ്യൂ ബി ഇൻറ്റു ബി സെഡ്. ജസ്റ്റ് ഒന്നുമില്ല, ആ ഒരു എനർജീനെ ഇൻറ്റു കറസ്പോണ്ടിങ് എം എസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ഇ വിൽ ബി ഇ ഹാഫ് മൈനസ് ഇ മൈനസ് ഹാഫ്. ദാറ്റ് ഈസ് ആ ഒരു ഡിഫറൻസ് എടുത്ത് നമുക്ക് ജി ഇ മ്യൂ ബി ബി സെഡ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദ എച്ച് ന്യൂ. അതാണ് നമ്മൾ ആ ഒരു ലെവൽസ് തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത്. Thus, the ESR frequency of the odd electron is given by nu is equal to delta E by H, that is G E mu B B Z by H. Next, what is the importance of G factor? We know G is equal to nu H by mu B B Z. ഓൾറെഡി ഉള്ള എക്സ്പ്രഷൻ എന്നാണ് നമ്മൾ എച്ച് ന്യൂ ഇസ് ഈക്വൽ ടു ജി ഇ മ്യൂ ബി ബി സെഡ് എന്ന് അത് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് ജി എന്നുള്ള എക്സ്പ്രഷൻ കിട്ടും. ഇതിൽ ജി ഫാക്ടർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എൻ എം ആർ വെച്ച് കമ്പയർ ആണെങ്കിൽ എൻ എം ആറിൽ കെമിക്കൽ ഷിഫ്റ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെ ഇവിടെ ഇ എസ് ആറിൽ ജി ഫാക്ടർ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇതിൻ്റെ ഡെഫിനിഷൻ ഫോമിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് റേഷ്യോ ബിറ്റ്വീൻ ഫ്രീക്വൻസി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. And for a free electron, G has the value 2.0023 already told, and in transition metal complexes containing D shell less than half filled ആണെങ്കിൽ ഈ ജി വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ജി ഫാക്ടർ എന്ന് പറയുന്നത് ഇപ്പം പറഞ്ഞ ഫ്രീ ഇലക്ട്രോണിൻ്റെ ജി വാല്യൂ ഇല്ലേ, അതാണ് ജി എന്ന് പറയുന്നത്, അതിലും കുറവായിരിക്കും. ഇനി ഷെല്ല് മോർ ദാൻ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ ജി വാല്യൂ ഗ്രേറ്റർ ദാൻ ജി ആയിരിക്കും. ആൻഡ് ഇത് ജി വാല്യൂ എന്ന് പറയുന്നത് അനൈസോട്രോപിക് ആണ്, അതായത് ഇറ്റ്സ് വാല്യൂ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഓറിയൻറ്റേഷൻ ഓഫ് ദ മോളിക്യൂൾ കോൺട്രിബ്യൂട്ടിംഗ് ദ അൺപെയർഡ് ഇലക്ട്രോൺ വിത്ത് റെസ്പെക്ട് ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. ആൻഡ് ഇഫ് യു കൺസിഡർ ദി ആക്സിലി സിമെട്രിക് സ്പീഷീസ് ആയിട്ടുള്ള ഒക്ടാഹെഡ്രൽ ആയിട്ടുള്ള അങ്ങനെയുള്ള ടെട്രാഡിഗണൽ ബൈപിരമിഡൽ അങ്ങനെയുള്ള കോംപ്ലക്സസിൽ എടുക്കുകയാണെങ്കിൽ സ്പീഷീസ് എടുക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ഹാവ് ടു ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂ ഓഫ് ജി ഫാക്ടർ അലോങ് ടു ആക്സസ് സേ എക്സ് ആൻഡ് വൈ. വൈൽ റോംബിക്കിൻ്റെ കേസിലാണെങ്കിൽ 3 ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂ ആയിരിക്കും, അതായത് ജി എക്സ് നോട്ട് ഈക്വൽ ടു ജി വൈ നോട്ട് ഈക്വൽ ടു ജി സെഡ് ആയിരിക്കും റോംബിക്കിൻ്റെ കേസ്. മറ്റേ കേസിൽ ജി എക്സ് കോമ ജി വൈ നോട്ട് ഈക്വൽ ടു ജി സെഡ് ആയിരിക്കും ഫസ്റ്റ് ആക്സിൽ സിമെട്രിക്കിൻ്റെ കേസിൽ. ഇനി എങ്ങനെയാണ് ഒരു ESR സ്പെക്ട്രം എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് നോക്കാം. ESR സ്പെക്ട്രം നോർമലി നമ്മൾ പറയുമ്പോൾ അബ്സോർപ്ഷൻ കർവ് പറയാം. അബ്സോർപ്ഷൻ കർവ് എന്ന് പറയുമ്പോൾ എന്താണ്, അബ്സോർപ്ഷൻ കർവ് എന്ന് ജസ്റ്റ് ഇൻറ്റൻസിറ്റി സ്ട്രെങ്ത് ഓഫ് ദ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് പ്ലോട്ട് ചെയ്യാം. ഇനി പക്ഷെ നമ്മൾ ഇ പി ആർ അല്ലെങ്കിൽ ESR സ്പെക്ട്രത്തിൻ്റെ വേറൊരു പേരാണ് EPR സ്പെക്ട്രം. EPR എന്നും കൂടി അതിനെ പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു EPR അല്ലെങ്കിൽ ESR സ്പെക്ട്രം എന്ന് പറയുന്നത് യൂഷ്വലി അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡെറിവേറ്റീവ് കർവിൻ്റെ ഫോമിലാണ്. ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അബ്സോർപ്ഷൻ കർവ് എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ സ്ലോപ്പ് വേഴ്സസ് സ്ട്രെങ്ത് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഡെറിവേറ്റീവ് കർവ്, ആ ഒരു കർവ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് നോർമലി ഒരു ESR സ്പെക്ട്രം ഉണ്ടാവുക. അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇറ്റ് ഈസ് ദ ഫിനോമിനൻ കോസ്ഡ് ബൈ ദി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ സ്പിന്നിംഗ് ഇലക്ട്രോൺ ആൻഡ് അഡ്ജസൻറ്റ് സ്പിന്നിംഗ് മാഗ്നറ്റിക് ന്യൂക്ലിയർ. അതിൽ ഈ ന്യൂക്ലിയർ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് പ്രോട്ടോൺ തന്നെയാണ്, സറൗണ്ടിങ് ആയിട്ട് വരുന്ന പ്രോട്ടോൺസ്. ആൻഡ് ഇഫ് സിംഗിൾ ഇലക്ട്രോൺ ഇൻട്രാക്ട് മാഗ്നറ്റിക്കലി വിത്ത് എൻ അൺഇക്വലന്റ് ന്യൂക്ലിയ ആണെങ്കിൽ ഇലക്ട്രോൺ സിഗ്നൽ സ്പ്ലിറ്റ് അപ്പ് ഇൻ 2ni+1 മൾട്ടിപ്ലിറ്റ്. അതിൽ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇക്വലൻ്റ് ആയിട്ടുള്ള പ്രോട്ടോൺസ്. ഇപ്പോൾ പ്രോട്ടോൺസിൻ്റെ നമ്പർ അതിൽ കൊടുത്തു കഴിഞ്ഞാൽ, അതുപോലെ I എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം സ്പിൻ ക്വാണ്ടം നമ്പറാണ്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാൻ പറ്റും. And what are the selection rule for ESR spectroscopy or the hyperfine transition എന്ന് പറയുന്നത് ഡെൽറ്റ MS +or-1, ഡെൽറ്റ MI എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് MIയിൽ ചേഞ്ച് ട്രാൻസിഷൻ നോക്കുമ്പോൾ ലെവൽസ് തമ്മിൽ നോക്കാം, അതിൻ്റെ MI വാല്യൂ തമ്മിൽ ഒരു ചേഞ്ച് ഉണ്ടാകാൻ പറ്റില്ല. MI രണ്ടിനും സെയിം ആയിരിക്കണം. ബട്ട് MS എന്തായിരിക്കണം, ഒരു വാല്യൂ വെച്ച് കുറയുക കൂടിയ, അതാണ് +or-1 കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് ട്രാൻസിഷൻ നോക്കേണ്ടത്. നമ്മൾ എല്ലാ ട്രാൻസിഷനും പോസിബിൾ അല്ല. ഇനി ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ എടുക്കുക. ഹൈഡ്രജൻ ആറ്റം ഏറ്റവും സിമ്പിളാണ്. അതിൽ ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോൺ, ആ പ്രോട്ടോൺ തമ്മിൽ കപ്പിൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, എങ്ങനെയാണ് സ്പ്ലിറ്റിംഗ് വരുന്നത് നോക്കാം. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ഹയർ ലെവലിലൊക്കെ നമുക്ക് അതെങ്ങനെ അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൽ ഇപ്പോൾ ഇത് നോക്കാം.
ഹൈഡ്രജൻ്റെ കേസിൽ നോർമലി ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഡീജനറേറ്റ് ആയിരിക്കും. ഇനി അപ്ലൈഡ് ഫീൽഡ് വരുന്ന സമയത്ത് 2 ലെവൽസ് ആയിട്ട് മാറി. ഇനി അത് പിന്നെയും ഫൈൻ സ്പ്ലിറ്റിങ് മീൻസ് ഈ ഇൻട്രാക്ഷൻ വഴി സ്പ്ലിറ്റ് ചെയ്യുന്ന പറയുന്നത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതായത് ഒരു ഇലക്ട്രോണ് ഒരു പ്രോട്ടോണായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഓരോ ലെവൽസും എന്തായിട്ട് മാറുന്നു, ഒരു പ്രോട്ടോണായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ സ്പിൻ ലെവലും ഡബ്ലി സ്പ്ലിറ്റ് ചെയ്യുന്നത്. അത് ഡബ്ലി സ്പ്ലിറ്റ് ചെയ്യുന്നത് 2 സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ 2 സ്പിൻ ലെവലും 2 സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ 4 എനർജി ലെവൽസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ഇതിൽ നോർമലി സ്പ്ലിറ്റിംഗ് ഒന്നും ഇല്ലെങ്കിൽ, ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് ഇല്ലെങ്കിൽ ഒരു സിഗ്നലേ പോസിബിൾ ഉള്ളൂ. കാരണം ഒരു ട്രാൻസിഷൻ അല്ലേ ഇവിടെ കാണുന്നുള്ളൂ. ഇനി ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് 2 പോസിബിൾ ട്രാൻസിഷൻസാണ് ഉള്ളത്. കിട്ടുന്ന നമുക്ക് കാണുകയായിരിക്കും. നമുക്ക് ഇത്ര 2 പോസിബിലിറ്റി ഉണ്ട്, 1 2 3 4 ട്രാൻസിഷൻസ് പോസിബിളാണെന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ ആ സെലക്ഷൻ റൂൾ അപ്ലൈ ആണെങ്കിൽ 2 പോസിബിൾ ഉള്ളൂ. അത് സൈഡിൽ തന്നെ ഓരോ ലെവൽസിൻ്റെ എനർജി കൊടുത്തിട്ടുണ്ട്. ഇനി എനർജീസ് ഓഫ് ലെവൽസ് ആർ ഗിവൺ. അതിന് പ്രത്യേകിച്ച് ഒരു ഇക്വേഷൻ ഉണ്ട്. ഈസ് ഈക്വൽ ടു ഓരോ ലെവലിൻ്റെ ഇക്വേഷൻ G × ബീറ്റ × X0 × MS + A × MS MI. അങ്ങനെയാണെങ്കിൽ എനർജി ഫോർ ദ ട്രാൻസിഷൻ 1 നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു എനർജി ലെവലിൻ്റെ മൈനസ് ഹയർ എനർജി ലെവൽ മൈനസ് ലോവർ എനർജി അല്ല. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ആണെങ്കിൽ ഡെൽറ്റ E1 എന്ന് പറയുന്നത് ½ G ബീറ്റ H0 - 1/4A മൈനസ് ½ G ബീറ്റ H0 + 1/4A ഇസ് ഈക്വൽ ടു ഒരു വാല്യൂ കിട്ടും. ഇനി എനർജി ഓഫ് ട്രാൻസിഷൻ 2 എന്ന് പറയുന്നത് ഇതേപടി അപ്ലൈ ചെയ്തിട്ട് ഒരു വാല്യൂ കിട്ടും. ഇനി ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ സെപ്പറേഷൻ ഓഫ് ലൈൻസ് കിട്ടും. ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു A ആണ്. ആൻഡ് ദാറ്റ് വി കോൾ ഇറ്റ് ആസ് ദാറ്റ് A നമ്മൾ പറയുന്നത് കപ്ലിംഗ് കോൺസ്റ്റൻ്റ് എന്നാണ്. ആൻഡ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫോളോയിങ് ഫാക്ടേഴ്സ്. 3 ഫാക്ടേഴ്സിന് ആ കപ്ലിംഗ് കോൺസ്റ്റൻ്റ് ഡിപ്പെൻഡ് ചെയ്യും. ഒന്നെന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ദ ന്യൂക്ലിയർ മാഗ്നറ്റിക് മൊമെൻറ്റ് ടു ദ ന്യൂക്ലിയർ സ്പിൻ, പിന്നെ ഇലക്ട്രോൺ സ്പിൻ ഡെൻസിറ്റി ഇൻ ദ ഇമ്മീഡിയറ്റ് വിസിനിറ്റി ഓഫ് ദ ന്യൂക്ലിയസ് ആൻഡ് അനൈസോട്രോപിക് എഫക്റ്റ്. ഇനി ഇതിനിപ്പോൾ 2 ട്രാൻസിഷൻ പോസിബിൾ ആയതുകൊണ്ട് നമുക്ക് ESR സ്പെക്ട്രത്തിൽ 2 പീക്കാണ് ഉണ്ടാവുക. അതാണ് 2 പീക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതെന്തായിരിക്കും, ഈക്വലൻ്റ് ആയിരിക്കും. അതായത് ഈക്വൽ ഇൻറ്റൻസിറ്റി ആയിരിക്കും. ഇപ്പോൾ 1:1. ഇതേപോലെ തന്നെ നമുക്ക് മീഥൈൽ റാഡിക്കലിൻ്റെ കേസിൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. മീഥൈൽ റാഡിക്കലിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ 3 പ്രോട്ടോൺസ് ഉണ്ട്, 1 ഇലക്ട്രോൺ തന്നെ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഇൻട്രാക്ഷൻ വഴിയാണെങ്കിൽ ഒരു സ്പിൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 4 ലെവൽസ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുക. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു, നേരത്തെ ഒരു പ്രോട്ടോണായിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പോൾ ആ ഒരു പ്രോട്ടോണിൻ്റെ ഒപ്പം 1 കൂട്ടിയ പോലെ, അതായത് ഒരു ഇലക്ട്രോൺ ഒരു പ്രോട്ടോണായിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പോൾ ഒരു സ്പിൻ ലെവൽ എന്തായിട്ട് മാറി, 2 സ്പ്ലിറ്റിംഗ് ആണ്. മൊത്തത്തിൽ 4 എനർജി ലെവൽ കിട്ടും. ഈ കേസിലാണെങ്കിൽ ഒരു ഇലക്ട്രോണ് 3 പ്രോട്ടോണായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് 3+1 അങ്ങനത്തെ ഒരു ലെവൽ നോക്കുകയാണെങ്കിൽ ഓരോ സ്പിൻ ലെവൽസും 4 സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെ 2 സ്പിൻ ലെവൽസാണ് ഉള്ളത്. അങ്ങനെ കംപ്ലീറ്റ് സ്പ്ലിറ്റിംഗ് നടക്കുമ്പോൾ നമുക്ക് 8 എനർജി ലെവൽസ് കിട്ടും. ഇതേപോലെ തന്നെ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള കേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സീറോ ഫീൽഡ് സ്പ്ലിറ്റിങ്ങും അതുപോലെ തന്നെ ക്രാമേഴ്സ് ഡീജനറസിയുമാണ്. From the definition itself, when the species contain more than one unpaired electron, as in the case of transition metal complexes, the spin degeneracy can be resolved by the crystalled field. And thus the spin levels may be split even in the absence of magnetic field, and that phenomenon is called zero field splitting. And what is Krammer's degeneracy? Here, when the species contain odd number of unpaired electron, spin degeneracy of every level remain doubly degenerate, and this is referred to as Krammer's degeneracy. ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു മോളിക്യൂളിൽ 2 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്, അതായത് ഈവൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ സ്പിൻ വാല്യൂസ് എന്ന് പറയുന്നത് MS = -1 0 +1 പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇനി നോർമലി സീറോ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കൺസിഡർ ചെയ്യാത്ത സമയത്താണെങ്കിൽ 3 ലെവൽസും എന്തായിട്ട് മാറും, ആദ്യം ഡീജനറേറ്റ് ആയിരിക്കും. പിന്നെ ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 3 സ്പ്ലിറ്റിംഗ് നോർമലി പറഞ്ഞ പോലെ സ്പ്ലിറ്റിംഗ് നടക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ. ഇനി സീറോ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഉണ്ടെങ്കിൽ സീറോ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇല്ലാത്ത സമയത്താണ് സ്പ്ലിറ്റിംഗ് നടക്കുന്നതെങ്കിൽ 2 ട്രാൻസിഷൻ എന്തായിരിക്കും, ഈക്വലൻ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ഒറ്റൊരു പീക്കേ നമുക്ക് ESR സ്പെക്ട്രത്തിൽ കാണാൻ പറ്റും. അതേ സ്ഥാനത്ത് ഈ സീറോ ഫീൽഡ് സ്പ്ലിറ്റിംഗ് നടക്കുന്ന സമയത്താണെങ്കിൽ അത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ടൈമിലുള്ള സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് നോൺ ഈക്വലൻ്റ് ആയിട്ടുള്ള സ്പ്ലിറ്റിംഗ് ആയിരിക്കും, ഡീജനറസി ഉണ്ടാവില്ല.
ഡീജനറസി കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആവും. അപ്പം കിട്ടുന്ന രണ്ട് ട്രാൻസിഷൻസ് എന്തായിരിക്കും, ഈക്വലൻ്റ് ആയിരിക്കില്ല, രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ കറസ്പോണ്ടിംഗ്ലി രണ്ട് പീക്സ് നമുക്ക് ESR സ്പെക്ട്രത്തിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഈ കേസിൽ ക്രാമേഴ്സ് ഡീജനറസി വരില്ല, കാരണം ഇവിടെ ഈവൻ ഇലക്ട്രോൺസിൻ്റെ കേസിൽ, അൺപെയർഡ് ഇലക്ട്രോൺസിൻ്റെ കേസിൽ സ്പിൻ ഡീജനറസി വിൽ ബി റിമൂവ്ഡ് എൻറ്റയർലി ബൈ ദ ക്രിസ്റ്റൽ ഫീൽഡ്. ഇനി നമ്മളിത് മനസ്സിലാക്കാം, ക്രാമേഴ്സ് ഡീജനറസി കൂടി മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ വേറൊരു എക്സാമ്പിൾ എടുക്കാം. വേറൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് മാംഗനീസ് 2. അതിൻ്റെ കേസിൽ D5 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്, 5 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിംഗ്ലി ദർ വിൽ ബി എ ടോട്ടൽ ഓഫ് 6 ലെവൽസ് ക്രിയേറ്റ് ചെയ്യും. എങ്ങനെയാണെന്ന് പറയുന്നത്, ആദ്യം നോൺ ഡീജനറേറ്റ് ആയിരിക്കും, പിന്നെ അത് ക്രാമേഴ്സ്, അതായത് അൺപെയർഡ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 5 ആണ്, അത് ഓഡാണ്. അതുകൊണ്ട് ഇവിടെ ക്രാമേഴ്സ് ഡീജനറസി ഉണ്ട്. അപ്പോൾ ഓരോ ലെവൽസും ഡബ്ലി ഡീജനറേറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഡബ്ലി ആയിട്ട് നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ് ക്രാമേഴ്സ്. ഓരോ എനർജി ലെവലും എന്തായി ഡബ്ലി ഡീജനറേറ്റ് ആയിരിക്കും. അങ്ങനെ ആകുമ്പോൾ ഈ ഫിഗറിൽ കാണുന്നത് പോലെ കണ്ട +or-½ +or-3/2 +or-5/2 അങ്ങനെ 3 ഡബ്ലി ഡീജനറേറ്റ് ലെവൽസ് ഉണ്ടാവും. ഇത് പിന്നെ അപ്ലൈഡ് ഫീൽഡിൻ്റെ പ്രസൻസിൽ എന്തായിട്ട് മാറും, 6 ഡിഫറെൻ്റ് ആയിട്ടുള്ള എനർജി ലെവൽസ് ആയിട്ട് മാറും. സിംഗിളി ഡീജനറേറ്റ് ആയിട്ടുള്ള എനർജി ലെവൽസ് ആയിട്ട് മാറും. അങ്ങനെ 5 ട്രാൻസിഷൻസ് പോസിബിളാണ്. 5 ട്രാൻസിഷൻസിന് കറസ്പോണ്ടിംഗ്ലി ദർ വിൽ ബി 5 പീക്സ് ഇൻ ദി ESR spectrum. These are all about Krammer's degeneracy and zero phase splitting. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റായിട്ട് പറയാനുള്ളത് ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ്. മെയിനായിട്ട് 6 കോമ്പണൻസ് ആണുള്ളത്. അതിൽ സോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കൊടുക്കേണ്ട റേഡിയേഷൻ എന്ന് പറയുന്നത് മൈക്രോവേവ് റേഡിയേഷൻ ആണ്. അത് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലിസ്റ്റോൺ ഓസിലേറ്റർ ആണ്. അതിൽ നിന്ന് മൈക്രോവേവ് ഓസിലേഷൻസ് എന്ത് ചെയ്യും, വേണ്ട പെർട്ടിക്കുലർ മോണോക്രോമാറ്റിക് ആയിട്ടുള്ള റേഡിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അത് നമ്മൾ സാമ്പിളിലോട്ട് കൊടുക്കും. അടുത്ത രണ്ടാമത്തെ സാമ്പിൾ ക്യാവിറ്റി ആണ്. മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സ്പെക്ട്രോമീറ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് സാമ്പിൾ ക്യാവിറ്റി. ദ ക്യാവിറ്റി സിസ്റ്റം ഈസ് കൺസ്ട്രക്ട് ഇൻ സച്ച് എ വേ ആസ് ടു മാക്സിമൈസ് ദ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് അലോങ് ദ സാമ്പിൾ ഡയമെൻഷൻ ആൻഡ് ഇറ്റ് ഈസ് ജനറലി പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ പോൾസ് ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റ് വിച്ച് മേ ബി സിലിണ്ടറിക്കൽ ഓർ റെക്ടാങ്കുലർ ടൈപ്പ്. സാമ്പിൾ ക്യാവിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂഷ്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോമാഗ്നറ്റിൻ്റെ ഇടയിലായിട്ട് വെക്കുക ചെയ്യുക, അങ്ങനെ ചെയ്യാം. അത് ദാറ്റ് മേ ബി സിലിണ്ടറിക്കൽ ആവാം അല്ലെങ്കിൽ റെക്ടാങ്കുലർ ആവാം. തേർഡ് വൺ ഇറ്റ് ഈസ് മാഗ്നറ്റിക് സിസ്റ്റം. ഇപ്പം പറഞ്ഞ സംഭവം തന്നെയാണ് മാഗ്നറ്റിക് സിസ്റ്റം. നമ്മൾ ആ ഒരു സാമ്പിൾ സിസ്റ്റത്തിന് ഇലക്ട്രോമാഗ്നറ്റിൻ്റെ പോൾസിൻ്റെ ഇടയിൽ വെക്കുന്ന ആ ഒരു മാഗ്നറ്റിക് സിസ്റ്റമാണ്. ആൻഡ് ദാറ്റ് ഫീൽഡ് ഷുഡ് ബി സ്റ്റേബിൾ ആയിരിക്കണം, യൂണിഫോം ഓവർ ദ സാമ്പിൾ വോളിയം ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ദ ഫീൽഡ് ഈസ് അച്ചീവ്ഡ് ബൈ എനർജൈസിങ് ദ മാഗ്നറ്റിക് വിത്ത് ഹൈലി റെഗുലേറ്റഡ് പവർ സപ്ലൈ. ആൻഡ് ഫോർത്ത് വൺ ക്രിസ്റ്റൽ ഡിഫ്ലക്റ്റേഴ്സ്. നോർമലി യൂസ് ചെയ്യുന്നത് സിലിക്കോൺ ക്രിസ്റ്റൽസ് ആണ്. ഇനി ഫിഫ്ത്ത് വൺ ഓട്ടോ ആംപ്ലിഫയേഴ്സ് ആൻഡ് ഫേസ് സെൻസിറ്റീവ് ഡിറ്റക്ടർ. അതിൽ ഡിറ്റക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സിഗ്നൽ എന്ത് ചെയ്യും, നാരോ ബാൻഡ് ആംപ്ലിഫിക്കേഷൻ നടക്കും. ആൻഡ് ദിസ് ആംപ്ലിഫൈഡ് സിഗ്നലിൽ വേണ്ടാത്ത കുറേ നോയ്സ് ഉണ്ടാവും. ആ നോയ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ഫേസ് സെൻസിറ്റീവ് ഡിറ്റക്ടർ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഓസിലോസ്കോപ്പ് ആൻഡ് റെക്കോർഡർ. സിഗ്നൽ ഫ്രം ദ ഫേസ് സെൻസിറ്റീവ് ഡിറ്റക്ടർ എന്ത് ചെയ്യും, റെക്കോർഡഡ് ബൈ ദ ഓസിലോസ്കോപ്പ് ഓർ ദ റെക്കോർഡർ. ഏതെങ്കിലും ഒന്നേ യൂസ് ചെയ്യും, ഓസിലോസ്കോപ്പ് അല്ലെങ്കിൽ റെക്കോർഡർ യൂസ് ചെയ്യും. ദാറ്റ്സ് ഓൾ അബൌട്ട് ESR spectroscopy. Thank you.